Good morning, dear students. Today's our topic is Prim's algorithm. Last day we studied about Kruskal's algorithm, which is using greedy approach method to solve that particular one, and the same method, that means approach, is using the Prim's algorithm also, that is greedy algorithm. So when you're asking the question like write down what is greedy algorithm and write down the general algorithm for the greedy, then you have to write down the algorithm, general algorithm for the greedy. So that also I taught you last day. So whenever you are writing the answers, you have to carefully read the questions. Okay, first. So our topic is Prim's algorithm. Let's begin. ഇതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, നമുക്കൊരു we can choose any of the vertices as the source vertex. ഒരു സോഴ്സ് വേർട്ടെക്സ് ആയിട്ട് നമുക്ക് ഏത് വേർട്ടെക്സ് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇറ്റ് ഈസ് അപ് ടു യു. ഓക്കെ, അപ്പോൾ വേറാസ് ഇൻ ദ കേസ് ഓഫ് എ ക്രസ്കൽസ് അൽഗോരിതം നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഓർഡർ ചെയ്യും. ഓക്കെ, അതായത് ഇൻക്രീസിങ് ഓർഡറിനനുസരിച്ചിട്ട് നമ്മൾ വേർട്ടെക്സിന് എഡ്ജസിനെ ഓർഡർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ദ മിനിമം വെയിറ്റ് ഉള്ള എഡ്ജസിനെയാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ക്രസ്കൽസിനകത്ത് നമ്മളവിടെ വി ആർ നോട്ട് സെറ്റിംഗ് എനി സോഴ്സ് വേർട്ടെക്സ് സെറ്റ് ചെയ്യുന്നില്ല. ബട്ട് whereas in the case of a Prim's algorithm we need to set a source vertex. You can choose either A, B, E, any of the vertex you can choose as a source vertex. Okay, so here I am choosing the source vertex as A ആണ്. ഓക്കെ, A ആയിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ ഒരു അറേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതായത് വിസിറ്റഡ് അറേ എന്ന് പറഞ്ഞിട്ട്, അതായത് വിസിറ്റഡ് വേർട്ടെക്സ്, അതായത് ഞാൻ ഏതൊക്കെ വേർട്ടെക്സിനെയാണോ വിസിറ്റ് ചെയ്യുന്നത് അതിനെ ഞാൻ എന്ത് ചെയ്യും, എടുക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതിനകത്താണ്, ഈ പറയുന്ന എ എന്ന് പറയുന്ന നോഡിനകത്ത്. ദാറ്റ് മീൻസ് ഐ ടുക്ക് ദസ് എ ആസ് ദ സോഴ്സ് വേർട്ടെക്സ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇപ്പം എനെ ഞാൻ വിസിറ്റ് ചെയ്തു. ഓക്കെ, എയിൽ നിൽക്കുന്നത് കാരണം, ഞാൻ എ വിസിറ്റ് ചെയ്തത് കാരണം ഞാൻ എന്ത് ചെയ്യും, എ വിസിറ്റഡ് വേർട്ടെക്സിനകത്തേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് വിസിറ്റഡ് വേർട്ടെക്സിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഡ്ജസിനെ, അതായത് എയിൽ നിന്ന് പോകുന്ന എഡ്ജസിനെ എഴുതി വെക്കണം. ഓക്കെ, സോ എയിൽ നിന്ന് പോകുന്ന എഡ്ജസ് ഏതൊക്കെയാണ്, എ, ബി ആൻഡ് എ, സി. സോ ജസ്റ്റ് റൈറ്റ് ഡൗൺ എ, ബി ആൻഡ് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കറസ്പോണ്ടിങ് എ, ബി എഡ്ജിൻ്റെ വെയിറ്റ് എഴുതി വെക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എഡ്ജ് ഈസ് എ, സി. എ സി എന്ന് പറയുന്നതാണ് അടുത്ത എയിൽ നിന്ന് പോകുന്ന എഡ്ജ്, ആൻഡ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, സോ only these two edges are there for A. ക്ക് 2 edges ഉള്ളൂ. So from these 2 edges you have to select the minimum edge. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മിനിമം എഡ്ജ് ഉള്ള സംഭവത്തിന് എഡ്ജിനെ സെലക്ട് ചെയ്യണം. So which is the minimum? AB is minimum. So just draw another that means we need to draw the minimum spanning tree. അല്ലേ, മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനാണ് നമ്മൾ Prim's algorithm യൂസ് ചെയ്യുന്നത്, ആൻഡ് ഓൾസോ Kruskals algorithm. സോ ഞാൻ എന്ത് ചെയ്യണം, ആദ്യമേ മിനിമം ആയിട്ട് കിട്ടുന്ന എ, ബിയെ ഞാൻ അതേപടി ഇവിടെ വരയ്ക്കും. ഓക്കെ, സോ ദാറ്റ് വെയിറ്റ് ഇസ് 4. സോ ഇപ്പോൾ ഞാൻ ഏത് വേർട്ടെക്സിനെ വിസിറ്റ് ചെയ്തു, എയിൽ നിന്നും ഞാൻ എ, ബി എന്ന് പറയുന്ന എഡ്ജിനെയാണ് ചൂസ് ചെയ്തത്. സോ നെക്സ്റ്റ് വിസിറ്റഡ് വേർട്ടെക്സ് ഇസ് ബി. സോ വൺസ് ഐ വിസിറ്റഡ് ബി, ഐ നീഡ് ടു എൻറ്റർ ദാറ്റ് വേർട്ടെക്സ് ഇൻ ടു ദ വിസിറ്റഡ് വേർട്ടെക്സ്. സോ ഐ ഹാവ് ടു റൈറ്റ് ഡൗൺ ബി ഹിയർ ആസ് വിസിറ്റഡ് വേർട്ടെക്സ് ആയിട്ട് നമ്മൾ എഴുതും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, സോ ഐ നീഡ് ടു മാർക്ക് ദ എഡ്ജ് ദാറ്റ് ഐ ടുക്ക്. ഇവിടെ ഞാനിപ്പോൾ എടുത്ത എഡ്ജ് ഏതാണ്, that is AB. So I need to tick it. Okay, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയപ്പോൾ നിങ്ങൾ ഏതൊക്കെ എഡ്ജാണ് എടുത്തിരിക്കുന്നത്. So I tick this AB. Already I select AB. Okay, next I mark B as visited vertex. So next step is we need to find out the edges which are going from B. ബിയിൽ നിന്നും പോകുന്ന എഡ്ജസിനെയാണ് ഇനി അടുത്ത് എനിക്കിവിടെ റൈറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ദാറ്റ് മീൻസ് once you select a new vertex as visited, second step is you need to find out the edges that is going from that vertex. ഓക്കെ, അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. സോ ഇത് അവർ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, എ സി ഞാൻ എഴുതും, അടുത്ത വിസിറ്റഡ് വേർട്ടെക്സ് എന്ന് പറയുന്നത് ബി ആയി. ഇനി ബി എന്ന് പോകുന്ന എഡ്ജ് നോക്കണം. സോ ബി എന്ന് പോകുന്ന എഡ്ജസ് ദർ ആർ ടോട്ടൽ 3 edges are there. So one is BE. Just write down BE, and upon that you have to mention the weight. Okay,
that is 10. Next one is BD. BD whose weight is 8. Next one is BZ whose weight is 9. Okay, only this much edges are going from B. So from all these edges, you need to consider all the edges from the beginning. You need to consider all the edges from the beginning. You need to note down that. So, നമ്മൾ already AB select ചെയ്തു. So, we cannot able to take a AB anymore. ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്നുള്ള which is minimum 1. From among this 4 which is minimum 1. AC. Always start from the beginning. ഇത് കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? ഇവിടെ തൊട്ട് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഓക്കെ, സോ ഇടയ്ക്ക് കയറി നിങ്ങൾ എടുക്കരുത്. ഓക്കെ, സോ എ സി ആണ് അടുത്ത മിനിമം. സോ ഐ വിൽ സെലക്ട് എ സി ആസ് ന്യൂ എഡ്ജ് ആയിട്ട് എടുത്തു, ഹൂസ് വെയിറ്റ് ഇസ് 8. ഓക്കെ, അപ്പോൾ വി നീഡ് ടു മാർക്ക് ദാറ്റ് എ സി ബിക്കോസ് വി നീഡ് ടു ഐഡൻറ്റിഫൈ വിച്ച് എഡ്ജസ് വി ഓൾറെഡി സെലക്റ്റഡ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? വൺസ് വി took an edge, we need to mark the visited vertex. That means next I've already visited which vertex? C എന്ന് പറയുന്ന vertexനെ ഞാൻ already visit ചെയ്തു. So we need to mark C in the visited vertexനകത്തേക്ക് mark ചെയ്തു. So when we added a new vertex in the visited vertex, what is the next step? We need to find out the edges that is going from C. അപ്പോൾ സിയിൽ നിന്നും അടുത്ത് പോകുന്ന എഡ്ജസിനെ നമ്മൾ മാർക്ക് ചെയ്ത് ഇതിനകത്തേക്ക് എഴുതണം, ഇതിനകത്തേക്ക് എഴുതണം. സോ നെക്സ്റ്റ് പോകുന്ന എന്താണ്? CF is there, CD is there, and CB is there. Okay, so we have to write down CF, okay, whose weight is 1. Next, CD. Okay, before that you have to find out whether DC is present, already present. If DC, that means CD and DC are equal. If that DC is already present in our edges list, then please don't write that one. Okay, that is a repetition. So please avoid that. So CF is 1 and CD is 2. There is no DC, so I can write down CD whose weight is 2. Again, CB, BC is available here. CB and BC is equal. So already BC is available here. So if I write down CB again, there will be a repetition. So won't write that thing. Okay. So these are the two edges. Okay. ഇനി എന്ത് ചെയ്യണം? From this edges list, we need to find out the minimum weight ഉള്ള എഡ്ജിനെ കണ്ടുപിടിക്കണം. So always start from the beginning. We already choose these two edges. So we don't want to look after that. Then start from here. Okay, this is 10, this is 8, this is 9, this is 1, and this is 2. So among this, which is the minimum one? CF is the minimum one. So I have to choose CF, new edge, that is 1. Okay, so once I selected CF as new edge, we need to write down F as the visited vertex ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. Okay, F in a visited vertex ആക്കി. What is the next step? We need to write down the edges that is going from F. Okay, so let's begin. How many edges are going from F? 1, 2, 3, 4, total 4. So while you are writing, please note that if there is any repetition, you need to avoid that. Okay, FG എന്ന് പറയുന്നത് എത്രയാണ്? 2, weight is 2. And EF is available? No, FE. So I can write down FE, whose weight is 5, and FD. If DF is there, see, DF is there? No, DF is not there. So I can write down FD, whose weight is 9. And FC, already CF is there. Okay, FC and CF are equal. So I don't want to write down that edge. Okay. So what is the next step? Among this, from the beginning you need to check. We already choose the CF. Okay. So I forgot to mark that thing. So remember, once you enter a new edge in a minimum spanning tree, you need to tick that one. Okay. Okay, from among this, you need to find out which is the minimum one. So always start from the beginning. വീണ്ടും തുടക്കത്തിനെ നിങ്ങൾ നോക്കി വരണം. അതിനകത്ത് ഇവിടെ വരുന്നത് 10, 8, 9. എടുക്കാത്തത് വേണം നോക്കാൻ. അപ്പോൾ 10, 8, 9, 2, FG is 2 again. CD is 2. Okay, 2, FE, FD. Okay,
from the beginning when we are checking which is the first one, which is the first minimum weight, that is CD. FG is already available there, but that comes after CD only. Okay, so we need to select endana CD ne nammal select chedu. So CD nammal select chedu whose weight is 2. So I need to tick this one. Okay, CD already I selected. Okay, so which is the new vertex that I visited? That is D. So I need to mark that visited D vertex. And the visited vertex in entry. Okay. Next, what is the step? Next, we need to find out the edges that is going from D. That is how many edges are going from D? That is 2 edges. Okay, DE. Whether you need to find, once you are adding an edge, you need to find out the reverse edges is already written or not. Okay, so I am going to select DE. ED is there? No. So I can write down DE whose weight is 7. Next one is DF. DF. FD is available here already, so I don't want to write down that thing. Okay, so next step is we need to find out the minimum edge, minimum weighted edge. So from the beginning you need to start, you need to check from the beginning. So 10, 8, 9, 2, 5, 9, 7, which is the minimum among this? That is FG. Okay, so I can write down, so I can draw FG new edge, that is whose weight is 2. Okay, and then mark this edge. Okay, that we already took. So which is the new visited vertex? That is G. So write down here. Then what is the next step? You need to find out the vertex edges that are going from D. Okay, sorry, G. Only one vertex, that is E. The EG is not available here, so I can write down GE whose weight is 6. Okay, so next we need to find out the minimum weight edge from the beginning. Okay, here 10, 8, 9. Okay, 10, 8, 9, 5, 9, 7, 6. So which is the minimum one? That is FE. FE. So I can write down F. So I have to draw FE whose weight is 5. Okay. So നമുക്ക് എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പോവോ? എങ്ങനെ റെപ്പിറ്റേഷൻ എവിടെ വെച്ച് നിർത്തും നമ്മൾ ഈ ഒരു പ്രോസസ്സ്? നിർത്തേണ്ടത് ഇതാണ്. വെൻ അവർ സപ്പോസ് ഇഫ് എ ഗ്രാഫ് കണ്ടെയ്ൻസ് n നമ്പർ ഓഫ് വേർട്ടിസസ്, നമ്മുടെ എഡ്ജസ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന എഡ്ജസ് n-1 എഡ്ജസ് ആകുന്നത് വരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. n-1 edges ആയിക്കഴിഞ്ഞാൽ we need to stop the process. Okay, so how many number of vertices already here in our graph, given graph? That means 1, 2, 3, 4, 5, 6, 7. Total how many number of vertices? Number of vertices are 7. So നമ്മൾ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? n-1 എഡ്ജസ് ഓൾറെഡി നമ്മുടെ മിനിമം സ്പാനിങ് ട്രീയിൽ വന്നിട്ടുണ്ടെങ്കിൽ we need to stop right now. ഒക്കെ അപ്പോൾ എന്താണ്? So that means 6 number of edges already നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ we need to stop. So we can count 1, 2, 3, 4, 5, 6. Already 6 edges already we selected, so we can stop it now. Okay, അപ്പോൾ എന്ത് പറ്റും? ഇനി എന്താണ്? അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ we need to find out this is our minimum spanning tree. Okay, മിനിമം സ്പാനിങ് ട്രീ നമ്മൾ എല്ലാ വേർട്ടിസസിനെയും അറ്റ്ലീസ്റ്റ് എന്താണ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വേർട്ടിസസിനെയും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മളിവിടെ ഈ എഴുതാൻ മറന്നു കേട്ടോ. ഓക്കെ, എല്ലാ വേർട്ടിസിനെയും വിസിറ്റ് ചെയ്തോ നോക്ക്. ABCDEFG. ദാറ്റ് മീൻസ് ടോട്ടൽ ഹൗ മെനി വേർട്ടിസസ്? 7 വേർട്ടിസസിനെ നമ്മൾ വിസിറ്റ് ചെയ്തു. സോ ദിസ് ഈസ് അവർ മിനിമം സ്പാനിങ് ട്രീ. സോ വാട്ട് ഈസ് ദ മിനിമം വെയ്റ്റ് ദാറ്റ് വി ഒക്കേർഡ്? മിനിമം വെയ്റ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 + 8 is you need to add all the edges weight. Okay, so how much? 12, 13, 14, 19, 20, 21, 22. So total minimum weight is 22. This is how you need to find out the minimum coast spanning tree using Prim's algorithm. Okay, so next one is you need to write down the corresponding algorithm. We already studied this same algorithm in graph theory, which I taught you last semester. Already I given the algorithm for you. The same algorithm you need to write down. Okay, and analysis part. What is the difference between the Kruskals and Prim's is, in the Prim's algorithm we are using the priority queue. Why we are using the priority queue? Because we are adding
once we already selected the vertex according to the visited order, and also we are choosing the edges, and when we are adding the edges we are actually adding the edges into a priority queue. Why we are mentioning it as a priority queue? Because we are selecting the minimum cost edges. Okay, that means we are giving much priority to the edges, those having minimum weight. So we are always taking in the Prim's algorithm, we are always taking the priority queue. So that is the additional extra thing apart from the Kruskals algorithm. So the time complexity of the Prim's algorithm is big of v plus e log v, whereas in the case of a Kruskals algorithm it is e log v. Okay, so here big of v plus e log v, because how here comes the extra v means because each vertex is inserted in the, we need to insert it, each vertex is in the priority queue, and according to that priority we are selecting the edges also. Okay, because each vertex is inserted in the priority queue only once we are selecting an edge, and the insertion in the priority queue takes, and when we are inserting an vertex into a priority queue, the insertion will take logarithmic time. That is how the the complexity comes as big of v plus e log v. Okay, this much you need to write down. So I am also providing you the note of this Prim's algorithm. So when the question is asking in the university, explain the Prim's algorithm, you need to write down why Prim's algorithm is using which approach, and the algorithm that I given to you. This also you need to write down, and plus analysis. Whatever the question you are asking, any type of, if the question is asking to write down any type of algorithm, you need to specify analysis also. Okay, this is very important. Okay, thank you.